അമേരിക്കൻ കോൺഗ്രസ് ട്രംപിന് അനുകൂലമല്ല. അല്ല, മാത്രമല്ല അമേരിക്കൻ പൊതുജനാഭിപ്രായം അമേരിക്കൻ്റെ ചരിത്രത്തിലുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുന്നു ട്രംപ്. അതിൻ്റെ അവസാന കാലത്ത് അതിൻ്റെ ഒരു പ്രതാപം നിലനിർത്താൻ ബ്രിട്ടനുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടൻ ആന്തരികമായി ശോഷിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ ശക്തമായ നിയന്ത്രണം ചെലുത്താൻ ഹൂത്തികൾക്ക് സാധിക്കും. ഹൂത്തികൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാകും. വൻ ദുരന്തങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭരണകൂടവും ജനങ്ങളും ഒക്കെ ഒന്നായി മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഐക്യപ്പെടും. ലോകചരിത്രത്തിൽ എപ്പോഴും നമ്മളത് കണ്ടതാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ എന്ന രാജ്യത്തിനെതിരായ യുദ്ധം തുടങ്ങിവെച്ചത്. ഇപ്പോൾ വരുന്ന മെയ് 1 എത്തുമ്പോൾ 2 മാസത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ യുദ്ധം അവസാനിപ്പിച്ച് താൽക്കാലികമായ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയാണ്. എങ്കിൽ പോലും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും അതിനെതിരെ അമേരിക്ക ഇറാൻ കപ്പലുകൾക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളുമെല്ലാം കടൽ മേഖലയിൽ ഇപ്പോഴും സമുദ്രമേഖലയിൽ ഇപ്പോഴും സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്ക അവകാശപ്പെട്ടത് 4-5 ദിവസം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒരു യുദ്ധമാണെന്നായിരുന്നു. പക്ഷേ 2-ാം മാസത്തിലേക്ക് എത്തുമ്പോഴും യുദ്ധം അവസാനിക്കുന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിട്ടില്ല. പലതരത്തിൽ നടന്ന ചർച്ചകൾ ഇപ്പോഴും ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇറാനിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകൾ പാളുകയാണോ? അവർക്ക് പിഴവ് പറ്റിയോ എന്നുള്ള പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പതിവ് സഖ്യശക്തികൾ ഇപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്കയെ കാര്യമായി സഹായിക്കുന്നില്ല. ലോക പോലീസ് എന്ന അമേരിക്കയുടെ പദവിക്ക് എന്തെങ്കിലും വീഴ്ച ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ? ഈ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെൻ്റ് ഉണ്ട്. സ്വാഗതം. നേരത്തെ നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. എന്നൊരു കണക്കുകൂട്ടലാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 2 മാസത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു വെടിനിർത്തൽ നിലവിലുണ്ട്. ഒരു ആദ്യഘട്ടത്തിൽ 2 ആഴ്ച ഏപ്രിൽ 8-ന് ഒരു വെടിനിർത്തൽ വന്നു. പശ്ചിമേഷ്യയിൽ വലിയ നാശമാണ് ഉണ്ടാക്കിയത്. പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ഇറാനിൽ മാത്രമല്ല, ഇപ്പോൾ ലോകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. LPG ക്ഷാമം, ഇന്ധനക്ഷാമം ഒക്കെ പോയിട്ട്. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയെ പോലുള്ളൊരു ശക്തിക്ക് വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പോയ ഇസ്രായേലിനെ പോലെ വളരെ ശക്തമായൊരു മിലിറ്ററി സംവിധാനവും ചാര സംവിധാനവും ഒക്കെ ഉള്ള രാജ്യത്തിൻ്റെ കൂട്ടുണ്ടായിട്ട് പോലും അത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട വിഷയം ഈ വൻശക്തികളുടെ ഇടപെടൽ തന്നെയാണ്. വളരെ സായുധശേഷി കുറവുള്ള ഒരു രാജ്യമാണ് ഉക്രൈൻ. 2022-ൽ റഷ്യ ആക്രമണം നടത്തുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഉക്രൈൻ പരാജയപ്പെടും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. പല മേഖലയിലും റഷ്യയ്ക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചുവെങ്കിലും അടിയറ വെപ്പിക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരു അർത്ഥത്തിൽ ഈ ഉക്രൈൻ റഷ്യ യുദ്ധം നാറ്റോ റഷ്യ യുദ്ധമായി മാറി എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും കലവറയില്ലാത്ത പിന്തുണയും സപ്പോർട്ടും അവർ നൽകുന്ന ആയുധങ്ങൾ, പണം, അതാണ് ശക്തമായ നിലയിൽ പ്രതിരോധിക്കാനെങ്കിലും ഉക്രൈനെ പ്രാപ്തമാക്കുന്നത്. ഇറാൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. തുടക്കത്തിൽ ഏകപക്ഷീയമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. മാരകമായ ബോംബിംഗ് ആയിരുന്നു. ഒരു തരത്തിലുള്ള പ്രതിരോധവും ഇറാന് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പ്രതിരോധമില്ല. അമേരിക്കയോ ഇസ്രായേലോ ഇറാനെതിരെ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ആ ആക്രമണം ലക്ഷ്യം കാണും എന്നല്ലാതെ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാനില്ല. അതേസമയം ആക്രമിക്കാനുള്ള ശേഷി പൂർവാധികം ശക്തിയോടെ അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അത് അമേരിക്കൻ ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഇസ്രായേലിനെ, ഗൾഫിലെ അമേരിക്കയുടെ സംരക്ഷിത രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ട്, പ്രതിരോധിക്കാൻ കഴിയാത്തതുകൊണ്ട് പശ്ചിമേഷ്യയിലേക്കാണ് ആക്രമണം. അവരുടെ ആക്രമണം എന്ന് വെച്ചാൽ ടർക്കിയെ വരെ എത്തി, സൈപ്രസ് അറ്റാക്ക് ചെയ്തു. അതുപോലെ അസർബൈജാനിലേക്ക് അവർക്ക് ആക്രമണം നടത്താൻ സാധിച്ചു. ഇറാഖിൽ ആക്രമിച്ചു. അങ്ങനെ ആ ഗൾഫിൽ ഇറാൻ്റെ ആക്രമണത്തിൻ്റെ ചൂടറിയാത്ത രാഷ്ട്രങ്ങളൊന്നുമില്ല. അതായത് അമേരിക്ക ഇസ്രായേലുമായി ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു.
ഇപ്പോഴാണെങ്കിൽ ഹോർമൂസിനു മേലെ സമഗ്രമായ നിയന്ത്രണം അവർ പുലർത്തുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളത് ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏഡനെയും തമ്മിൽ ബന്ധിക്കുന്ന നേരിയ ഒരു കടലെടുക്കുന്നുണ്ട്. ദ ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്നാണ്, ബാബൽ മന്ദാഫ് എന്നറിയുന്ന കടലെടുക്ക്. ഈ കടലെടുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചില സ്ഥലങ്ങളിൽ ഹോർമൂസ് കടലെടുക്കിനേക്കാൾ ഇടുങ്ങിയതാണ്. അവിടെ ശക്തമായ നിയന്ത്രണം ചെലുത്താൻ ഹൂത്തികൾക്ക് സാധിക്കും. ഹൂത്തികൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാകും. യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു കണക്കുകൂട്ടലിലൊരു പാളിച്ച വന്നിട്ടുണ്ടോ എന്നുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും. ഇപ്പോൾ ഇവർ നേരിട്ടുള്ള യുദ്ധത്തിലേക്കല്ല ഇറാൻ പോയത്. പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ അവർക്ക് കഴിയില്ല, സൈനികമായി പ്രതിരോധിക്കാനുള്ള ശേഷിക്കുറവുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, അതിനുശേഷം ഹോർമൂസ്, ഒരുതരം സാമ്പത്തിക യുദ്ധമാണ് ഇറാൻ തിരിച്ച് ചെയ്തതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും അതെ. പക്ഷേ ഇറാൻ്റെ രണ്ടാം ഘട്ട പ്രതിരോധത്തിന് തിരിച്ചടിക്കും അവരെ സഹായിച്ചത് റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലാണ്. ഇപ്പോൾ ഒരു ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വന്ന ഒരു കപ്പലാണ് ഇപ്പോൾ അമേരിക്ക പിടിച്ചെടുത്തിട്ടുള്ളത്. തൗസ്ക എന്ന് പറയുന്ന കപ്പൽ. അത് ഏകദേശം 900 അടിയോ മറ്റോ നീളമുള്ള ഒരു വലിയ കപ്പലാണ്. അതിൽ മിസൈൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. ഏതായാലും ഈ കപ്പൽ പിടിച്ചെടുത്തതാണല്ലോ ഇപ്പോഴുള്ള ഏറ്റവും അവസാനത്തെ സംഘർഷങ്ങൾക്ക് പ്രേരകമായ ഘടകം. അതോടൊപ്പം ഈ ബഹ്റൈൻ തുടങ്ങി കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, ഇവിടെയൊക്കെയുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമകേന്ദ്രം, അതുപോലെ കിങ് ഖാലിദ് മിലിറ്ററി സിറ്റി സൗദി അറേബ്യയിലെ. ഇതൊക്കെ ലക്ഷ്യം വയ്ക്കാൻ ഇറാന് സാധിച്ചത് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയാണ്. അതിൽ ഉപഗ്രഹാധിഷ്ഠിത വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നതുകൊണ്ടാണ്. ഇറാൻ ഒരു GPS സംവിധാനമൊന്നുമില്ല, അതൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. ഈ ഫെബ്രുവരി 28 ശേഷം അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, യാതൊരുവിധ കണക്ഷനും ഇല്ല. അപ്പോൾ ഇതൊന്നും ഇൻ്റർനെറ്റ് പോലും ഇല്ലാത്ത ഇറാൻ എങ്ങനെയാണ് കൃത്യതയോടുകൂടി ഈ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഉപഗ്രഹാധിഷ്ഠിത വിവരങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ, ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഈ ആക്രമിക്കേണ്ട സ്ഥലങ്ങളുടെ കൃത്യമായ ലൊക്കേഷനും മറ്റ് തന്ത്രപരമായ വിവരങ്ങളും ചൈനയുടെയും റഷ്യയുടെയും ചാരക്കണ്ണുകൾ ഒപ്പിയെടുത്ത് IRGCക്ക് നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിരോധിക്കാനും ആക്രമിക്കാനും അവർക്ക് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അത് നാറ്റോ റഷ്യ യുദ്ധമായി മാറിയതുപോലെ ഇപ്പോൾ അത് റഷ്യ, ചൈന, ഇറാൻ പ്രത്യക്ഷത്തിൽ വരുന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു സഖ്യം അവിടെയുണ്ട്. അതിൽ പ്രത്യക്ഷത്തിൽ വന്നത് ബഹ്റൈനാണ്. ഈ വർഷം ഈ മാസമാണ് ഒരു മാസം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷ പദവി ഇപ്പോൾ ബഹ്റൈനാണുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 7 ബഹ്റൈൻ സൂയിസ് കനാൽ തുറക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമേയം യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിച്ചു. അപ്പോൾ അത് വീറ്റോ ചെയ്തു റഷ്യയും ചൈനയും ചേർന്നിട്ട്. 11 അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു, 2 അംഗങ്ങൾ വീറ്റോ ചെയ്തു. അതിൽ കൊളംബിയയും പാകിസ്ഥാനും അബ്സ്റ്റെയിൻ ചെയ്തു. അങ്ങനെയാണ് 15 അംഗം വരുന്നത്. അപ്പോൾ തന്ത്രപരമായി സ്ട്രാറ്റജിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളിലും ഇറാന് കലവറയില്ലാത്ത പിന്തുണ ഞങ്ങൾ നൽകും എന്നുള്ള കൃത്യമായ സന്ദേശം റഷ്യയും ചൈനയും നൽകിയിരിക്കുന്നു. പക്ഷേ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇറാഖ് യുദ്ധത്തിലും മറ്റ് പല യുദ്ധങ്ങളിലും കണ്ടതുപോലെ നാറ്റോ എന്ന് പറയുന്ന ശക്തി ഇപ്പം അമേരിക്കയോടൊപ്പം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നാറ്റോയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ട്രംപ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു പിന്തുണ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം 2008 അമേരിക്കയിൽ ദീർഘമാന്ദ്യം ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു സൂപ്പർ പവർ എന്നുള്ള സങ്കല്പം ലോകത്തിലില്ലാണ്ടായി. ഒരു സൂപ്പർ പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം അമേരിക്കയാണെന്ന് പറയാം. പക്ഷേ ഒരു സൂപ്പർ പവർ അല്ല അമേരിക്ക ഇന്ന്. അതുമാത്രമല്ല ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവറാണ്. ഈ കാര്യം ഏറ്റവും കൃത്യമായി തിരിച്ചറിഞ്ഞത് ബരാക് ഒബാമയാണ്. അതുകൊണ്ടാണ് ഒബാമ 2014 മുതൽ ചർച്ച ചെയ്ത് 2015 JPCO ജോയിൻറ്റ് ഒരു കരാറുണ്ടല്ലോ, P5+1 കരാർ. അതായത് 5 സ്ഥിരാംഗങ്ങളും ജർമ്മനിയും ചേർന്നിട്ടാണ് ഇറാൻ്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുണ്ടാക്കുന്നത്.
അപ്പോൾ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് നേരിട്ട് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇറാനെ വിട്ടിട്ട് കരാറുണ്ടാക്കിയ പോരെ? ഇപ്പോൾ ട്രംപ് പരിശ്രമിക്കുന്നത് എന്താണ്? ഇപ്പോൾ ട്രംപ് പരിശ്രമിക്കുന്നത് ആണവ വിഷയത്തിൽ മാത്രമല്ല, ഇറാനുമായിട്ടുള്ള ഈ സംഘർഷത്തിലെല്ലാം അമേരിക്കയും ഇറാനും തമ്മിൽ ഡീൽ എത്തിച്ചേരണം. ഡീൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ അത് രൂപപ്പെടുത്തിയ സമയത്ത് എന്തുകൊണ്ട് ബാരക് ഒബാമയ്ക്ക് ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയിക്കൂടാ? അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കാര്യത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ പോരെ? അപ്പോൾ ലോകം ബഹുധ്രുവമായി മാറിയെന്നും അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ഇറാൻ എന്ന് പറയുന്ന മൂന്നാം ലോക രാജ്യം, അവികസിത രാജ്യമാണ്, അതുമായിട്ടുള്ള ബന്ധങ്ങളെ പോലും അവർക്ക് ഏകപക്ഷീയമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഒബാമയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കരാറിൽ നിന്നാണ് ഏകപക്ഷീയമായി 2018 ട്രംപ് പിന്മാറുന്നത്. ഇപ്പോഴും ട്രംപ് പരിശ്രമിക്കുന്നത് അവർ ഒരു ഹെജ്മൺ ആണ് എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതല്ല, അദ്ദേഹത്തിൻ്റെ 2016 മുതൽ 20 വരെയുള്ള കാലത്തെ ഇല്ലിബറൽ ഹെജ്മൺ എന്നാണ് പറയുന്നത്. അത് ഉദാരമതി അല്ലാത്ത ഒരു സർവാധിപതി എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിൽ അദ്ദേഹത്തിൻ്റെ നയത്തെ വിശദീകരിച്ച് പറയുന്നത് ഇദ്ദേഹം ഒരു പ്രെഡേറ്ററി ഹെജ്മൺ ആണെന്നാണ്. പക്ഷേ ഈ പ്രെഡേറ്ററി അപ്രോച്ച് വിജയിക്കും എവിടെയാണെന്ന് അറിയാമോ? വെനിസ്വേലയിൽ, ലാറ്റിൻ അമേരിക്കയിൽ. വെനിസ്വേലയിൽ വിജയിച്ചു. ലാറ്റിൻ അമേരിക്കൻ ഇപ്പോൾ ബ്രസീൽ ഒഴികെയുള്ള ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ചിലപ്പോൾ അത് നടന്നേക്കാം. അവിടെ മൺട്രോ ഡോക്ട്രിനെ അദ്ദേഹം ഡോൺട്രോ ഡോക്ട്രിൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് പറ്റും. ഇവിടെ വെനസ്വേലയിൽ സംഭവിച്ചതുപോലെ അവരുടെ കണക്കൂട്ടൽ വന്ന പിഴവ് അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വെനസ്വേലയിൽ പ്രസിഡന്റിനെയും ഭാര്യയൊക്കെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഈ ഖമനയെ വധിക്കുന്നതിലൂടെ ഇറാൻ്റെ ഭരണമാറ്റം ഉണ്ടാക്കി അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ട്രംപ് വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നണം. തീർച്ചയായിട്ടും അങ്ങനെ കരുതിയിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ന്യായമായി അങ്ങനെ കരുതാനുള്ള ഒരു അവകാശം അവർക്ക്. കാരണം ഈ സംഘർഷം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഉണ്ടായിട്ടുള്ള ജനകീയ ഉയർപ്പിൻ്റെ ശക്തി എന്തായിരുന്നു? അപ്പം ആംനസ്റ്റി ഇൻ്റർനാഷണലൊക്കെ പറയുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 35,000-ഓളം ആളുകളെങ്കിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുന്നുള്ളത് കൃത്യമായ കണക്കുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. പക്ഷേ അവിടെ ഈ വെടിവെപ്പിൽ എത്ര ആളുകൾ, ഭരണകൂടത്തിൻ്റെ നടപടിയിൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല. പക്ഷേ ഇഷ്ടം പോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ആളുകളെ നിൽപ്പിൽ തൂക്കിക്കൊല്ലുന്നുമുണ്ട്. അതെല്ലാം ഒരു ഫാക്റ്റാണ്. അപ്പം ഈ കണക്കുകൾ എങ്ങനെ പരിശോധിച്ചാലും 10,000-കണക്കിന് ആളുകൾ ആ അപ്രൈസിങ്ങിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ആഭ്യന്തരമായി തീർത്തും ദുർബലമായിരിക്കുന്നു. ബഹുജനാഭിപ്രായം അവിടുത്തെ ആയത്തുള്ള അലി ഖംനേയിയുടെ ഭരണകൂടത്തിനെതിരായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരമായി അവർ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഖംനേയി കൊല ചെയ്യപ്പെട്ടതോടുകൂടി അവിടുത്തെ സ്ഥിതി മാറി. ഏത് രാജ്യമാണെങ്കിലും ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഐക്യപ്പെട്ട് നിൽക്കും. പിന്നെ ആ കുട്ടികളുടെ കൊലപാതകം 140ഓളം കുഞ്ഞുങ്ങളെയൊക്കെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഭ്യന്തരമായ തുടക്കത്തിൽ തന്നെ 186 കുട്ടികളാണ്. അതുകൊണ്ടാണ് ആ കുട്ടികളുടെ പേര് പതിച്ച വിമാനത്തിലാണ് ഒന്നാം ഘട്ട ചർച്ചയിൽ ഇസ്ലാമാബാദിലേക്ക് അവർ വരുന്നത്. ഇസ്ലാമാബാദ് ടോക്സ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു രാജ്യത്തിനുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ അവരെ ശക്തമായി ഒന്നിപ്പിക്കും. വൻ വിജയങ്ങളെക്കാൾ ആളുകളെ ഒന്നിപ്പിച്ച് നിൽക്കാൻ ഭരണകൂടത്തോടുള്ള എതിർപ്പുകളൊക്കെ ആ സമയത്ത് മാറ്റിവെക്കേണ്ടി വരും. വൻ ദുരന്തങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭരണകൂടവും ജനങ്ങളും ഒക്കെ ഒന്നായി മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഐക്യപ്പെടും. ലോകചരിത്രത്തിൽ എപ്പോഴും നമ്മളത് കണ്ടതാണ്. നമ്മളിവിടെ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഐക്യപ്പെട്ടതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സമാനമായ രൂപത്തിൽ ഈ മാരകമായ ആയത്തുള്ള അലി ഖംനേയിനെ കൊലപ്പെടുത്തുന്നു. അവിടെ ജൂറിസ്റ്റുകൾ അടുത്തയാളെ തിരഞ്ഞെടുക്കാനുള്ള സമ്മേളനം നടക്കുന്നിടത്തേക്ക് ബോംബ് ചെയ്യുന്നു. ടെഹ്റാൻ പ്രദേശം മുഴുവൻ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. മഹാനഗരങ്ങളുള്ള മുഴുവൻ, ഇസ്ഫഹാൻ അടക്കമുള്ള മഹാനഗരങ്ങളെല്ലാം ബോംബ് ചെയ്തു. ഇത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ബാധിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ല, ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാം, അവിടുത്തെ മനുഷ്യരെങ്ങനെ ജീവിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദൈനംദിന ജീവിതത്തെ ദുരന്തമായി ദുസ്സഹമാക്കി മാറ്റിയത് ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിൻ്റെ ഏകപക്ഷീയമായ ആക്രമണമാണെന്നുള്ളത് തിരിച്ചറിയുന്ന മനുഷ്യരിപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആഭ്യന്തരമായി ഇറാൻ ഐക്യപ്പെട്ടു. ഈ ഐക്യപ്പെടൽ ആണ് ഇന്ന് അവർക്ക് ശക്തമായ ഈ റെഷീം ചേഞ്ച്, ഭരണകൂട മാറ്റം എന്നുള്ളത് അസംഭാവ്യമാക്കിയത് ഇവരുടെ കണ്ണും പൂട്ടിയുള്ള ആക്രമണമാണ്. 70-ന് മുമ്പുള്ള ഒരു പാവ ഭരണകൂടത്തെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ട്രംപ് കണക്കൂട്ടിയത്. അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് യഥാർത്ഥത്തിൽ അമേരിക്ക നമ്മൾ സാമ്രാജ്യത്വം എന്നൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ നമ്മുടെ ശീതയുദ്ധകാലത്ത് പ്രയോഗിച്ച അതേ തന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോഴും പ്രയോഗിക്കുന്നത്. ഇപ്പോൾ 1950
1951 മൊസദിക്ക് അവിടെ അധികാരത്തിൽ വരുന്നത്. അന്ന് പ്രൈം മിനിസ്റ്ററാണ്, പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്ററാണ്. റേഷാ ഖാൻ പല്ലവി അന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് അവിടെ നിലനിൽക്കുന്നത്. അദ്ദേഹം ചെയ്തത് ഇറാൻ്റെ 1908 ഇറാനിൽ ഓയിൽ കണ്ടെത്തിയതാണ്. അവരുടെ ഈ പശ്ചിമ തെക്ക് ഭാഗത്തുള്ള അറബിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓയിൽ നിക്ഷേപം കണ്ടെത്തുന്നത്. അത് പിന്നീട് ഈ ബ്രിട്ടീഷ് കമ്പനിയാണ് അവിടുന്ന് ഓയിൽ ഖനനം ചെയ്ത് ശുദ്ധീകരിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നത്. ആദ്യം അത് ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനിയായിരുന്നു, പിന്നീട് ഇത് ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയായി, പിന്നീട് 1935 അത് ബ്രിട്ടീഷ് പെട്രോളിയമായി മാറുന്നത്. അപ്പം അവിടെ ഭരിച്ചിരുന്ന രാജാവ് അവർ ഈ ബ്രിട്ടീഷ് കമ്പനിക്കാണ് അവിടുന്ന് ഓയിൽ ഖനനത്തിനുള്ള അനുമതി കൊടുക്കുന്നത്. പിന്നീട് 20കളിലാണല്ലോ ഈ റേസാ ഖാൻ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണ് റേസാ ഖാൻ പല്ലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാവഭരണകൂടം. അത് യഥാർത്ഥത്തിലൊരു ഒരു ഡൈനാസ്റ്റി അല്ല, വെറുതെ ഒരു പട്ടാളക്കാരന് പിന്നെ ഒരു പഹ്ലവി എന്നുള്ളൊരു പേരൊക്കെ വാഴിച്ച ഒരാളാണ്. അദ്ദേഹം ആര്യമെഹർ എന്നുള്ള പദമൊക്കെയാണത്. ആര്യമെഹർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രകാശിക്കുന്നത് സൂര്യൻ എന്നൊക്കെയാണ് അർത്ഥം. ആര്യന്മാരുടെ നക്ഷത്രം, ആര്യൻ സംസ്കൃതിയെ പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള വാക്കാണത്. അതുപോലെ ഷഹൻഷാ, ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നൊക്കെയുള്ള ടൈറ്റിലൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഇരുന്നേ ഉള്ളൂ. ടെക്നിക്കലി അദ്ദേഹത്തിന് ഈ പറയുന്ന പവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പ്രൈം മിനിസ്റ്ററാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 1951 തിരഞ്ഞെടുക്കപ്പെട്ട മൊസാദിക്ക് അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു നാഷണൽ ഓയിൽ കമ്പനി സ്ഥാപിക്കുകയും ഈ ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ ആസ്തികൾ മുഴുവൻ അവർക്ക് കൈമാറണം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽ ഇൻഡസ്ട്രിയെ നാഷണലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ അവിടുത്തെ മതശക്തികളെയും അമേരിക്കൻ പിന്തുണയോടുകൂടി CIA ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ അട്ടിമറിക്കുന്നത്. ഓപ്പറേഷൻ എജാക്സ് എന്നാണ് ബ്രിട്ടൻ അതിനെ വിളിക്കുന്നത്, അല്ല അമേരിക്കക്കാരതിന് CIA അതിനെ വിളിക്കുന്നത്. ബ്രിട്ടൻ അതിന് ഓപ്പറേഷൻ ബൂട്ട് എന്ന പേരിലാണ്. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഒരു മതേതര പ്രതിരോധം, ഒരു നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് മൊസദിക്കിൻ്റെ. അവ നിരവധി ചെറിയ പാർട്ടികളും തൊഴിലാളി യൂണിയനിലൊക്കെ ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് നാഷണൽ ഫ്രണ്ട്. അതുപോലെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൂദെ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ പിന്തുണയും മൊസാദിക്കിനുണ്ടായിരുന്നു. അപ്പോൾ മൊസാദിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള ഒക്കെയുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. നമ്മുടെ നെഹ്റുവിനെ പോലെ ഒരു പൊസിഷൻ എടുക്കുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പൊസിഷനോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു. അപ്പോൾ അവിടെ നാഷണലൈസേഷൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. ഇന്ദിരാഗാന്ധിയാണല്ലോ നാഷണലൈസ് ചെയ്യുന്നത്. 70കളിൽ ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി. പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ സ്ട്രോങ് ആയിരുന്നുകൊണ്ട് അവരെ പുറത്താക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ മൊസദിക്കിനെ പുറത്താക്കി, അദ്ദേഹത്തെ വിചാരണ ചെയ്തു, വീട്ടുതടങ്കലിലായിരുന്നു. 1967 അദ്ദേഹം മരണപ്പെടുന്നത്. അതിനുശേഷം ഒരു ശക്തമായ ദേശീയ മതേതര പ്രതിപക്ഷത്തിൻ്റെ അഭാവമുണ്ടായി. തൂദേ പാർട്ടീനെ അടിച്ചമർത്തി നാഷണൽ ഫ്രണ്ട് ഇല്ലാതാക്കി. ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അവിടെ അവശേഷിച്ചത് മതപാർട്ടികളായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഒരു റിലീജിയസ് ഓപ്പോസിഷനായി മാറി. അതായത് ഷിയ പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ മാത്രമാണ് പിന്നെ അവിടെ ഒരു പ്രതിപക്ഷ ശബ്ദത്തിൽ അവശേഷിക്കുന്നത്. 1963 ആകുമ്പോഴേക്കും റൂഹുള്ള ഖൊമേനിക്കെതിരായ നടപടി വരുമ്പോഴേക്കും അദ്ദേഹം നേതൃത്വത്തിലേക്ക് വരുന്നു. പിന്നീട് അങ്ങോട്ട് അവിടെയുള്ള ഭരണകൂട വിരുദ്ധ മുന്നേറ്റത്തെയും സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റത്തെയും മുന്നോട്ട് നയിക്കുന്നത് ഈ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയാണ്. അതേസമയം അതിൻ്റെ ഐഡിയോളജിക്കൽ ബേസിസ് ഒക്കെ നൽകുന്നത് ശരീഅത്തിയാണ് കേട്ടോ, അലി ശരീഅത്തിയാണ്. അലി ശരീഅത്തി യഥാർത്ഥത്തിൽ ഈ ഷിയ ഇസ്ലാമിനെ ചോപ്പിൽ എടുക്കുക ചെയ്ത് ഒരു വിപ്ലവ പ്രത്യയശാസ്ത്രമാക്കി മാറ്റുക. അത് റെഡ് ഷിയായിസം എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരുമായിരുന്നു. കമ്മ്യൂണിസത്തിനെതിരായിരുന്നു. അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹം ഷിയ ആണ്, ഷിയ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട്. അതേസമയം ഇസ്ലാമിൻ്റെ ഈ വിമോചനപരതയെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ റെഡ് ഷിയായിസം ബ്ലാക്ക് ഷിയായിസം എന്നാണ്. ഈ ബ്ലാക്ക് ഷിയായിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭരണകൂടത്തിൻ്റെ കൂടെ അങ്ങനെ കൂടി ഭരണകൂടത്തെ അനുകൂലിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി ജീവിക്കുക എന്നുള്ളതാണ്. അതേസമയം ശരീഅത്ത് പറയുന്നത് ഇസ്ലാം അനുശാസിക്കുന്ന അങ്ങനെ നല്ല പൗരന്മാരാകാനല്ല, നല്ല മനുഷ്യരാകാനാണ്. നല്ല മനുഷ്യരാകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിനെതിരായി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സാമ്രാജ്യത്തിനെതിരായിട്ട് നിങ്ങൾ നിരന്തരമായി പോരാടണം, അനീതിക്കെതിരെ പോരാടണം. അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഷിയായിസത്തെ റെഡ് ഷിയായിസമാക്കി മാറ്റുന്നത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മിഡിൽ ക്ലാസ്സിനെയും വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഈ വിമോചന സമരത്തിലേക്ക് 1979 വിപ്ലവത്തിലേക്ക് കണ്ണി ചേർക്കുന്നത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിലുള്ള ഐഡിയോളജിക്കൽ മെൻറ്റർ. പക്ഷേ സംഘടന ഉണ്ടായിരുന്നില്ല. ആ സംഘടനാ രൂപത്തിൻ്റെ കരുത്തിലും വിശ്വാസത്തിൻ്റെ ശക്തിയിലുമൊക്കെ
റൂഹുള്ള ഈ അലി ഖൊമൈനിക്ക് ആ വിപ്ലവത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം 1960-കളിൽ തന്നെ ഈ ഇറാൻ ഏറ്റവും റിഗ്രസീവായ പോളിസിയാണ് ആഗോളതലത്തിലെടുത്തത്. അവർ ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തൈഡ് ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കുന്നു. വിയറ്റ്നാം യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്നു. ഇങ്ങനെ ഇസ്രായേലുമായിട്ടൊക്കെ വലിയ 1967 6 ഡേ വാറിൽ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നു. ഈ രൂപത്തിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന ഇറാഖുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതെ, അത് 80-ലാണ്. അപ്പം അതുപോലെ സെൻറ്റോ ഉണ്ടാകുന്നു, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. 1955-ലാണ് അത് ഉണ്ടാകുന്നത്. അതിലെ സ്ഥാപകാംഗമാണ് ഇറാൻ, ഇറാഖ്, ടർക്കിയെ, പാകിസ്ഥാൻ, UK ഈ 5 രാജ്യങ്ങൾ അതിലംഗം. അമേരിക്ക അതിലെ ഒബ്സർവർ മെമ്പറാണ്, ഫുൾ മെമ്പറല്ല. പിന്നീട് 1959 ബാഗ്ദാദ് പോയപ്പോഴും ഇറാൻ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ സാമ്രാജ്യത്വ സഖ്യങ്ങളിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ അധിനിവേശങ്ങളിലെല്ലാം കൂടെ നിന്ന ഒരനുഭവമാണുള്ളത്. എന്നാൽ 1963 അവരെന്ത് ചെയ്തു? ഒത്തിരി പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ ഇയാൾ കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം, അതുപോലെ ഈ തൊഴിലാളികളുടെ സവിശേഷമായ അവകാശങ്ങൾ നൽകാനൊക്കെ അതിന് മൂപ്പരിട്ട പേര് ധവള വിപ്ലവം എന്നാണ്, വൈറ്റ് റെവല്യൂഷൻ എന്നാണ്. കാരണം അത് ചുവപ്പ് വിപ്ലവത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഈ വൈറ്റ് റെവല്യൂഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഇറാനിൽ 79-ൽ കൃത്യമായ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതലത്തിൽ നിന്നാണ് ആ സമരം ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ സമരം ലക്ഷ്യം കണ്ടു. അപ്പോൾ അന്ന് മുതൽ ഈ ഗവൺമെൻറ്റിനെ ഈ വിപ്ലവത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അമേരിക്കൻ സാമ്പത്തിക താല്പര്യം കൂടി ഉണ്ട് അവിടെ, എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക താല്പര്യം കൂടി ഉണ്ട് അതിൽ. തീർച്ചയായിട്ടും അതെ, വിഭവ നിയന്ത്രണമാണ്. ഇപ്പോൾ സാൽവദോർ അലൻഡേനെ ചിലിയിൽ നിന്ന് പുറത്താക്കിയത് അദ്ദേഹം ഖനികൾ ദേശസാൽക്കരിച്ചപ്പോഴാണ്. ഈ ഖത്താഫിക്കെതിരായിട്ട് ഇവർക്കൊക്കെ എല്ലാം വിഭവ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് നമ്മൾ അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. ഇപ്പോഴും ഈ ഹെജിമൺസ് എന്ന് പറയുന്നവർ, ഈ സമ്പന്ന എനിക്ക് തോന്നുന്ന വേറെ കാര്യമാണ്, സാമ്രാജ്യത്വം അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഈ ബ്രിട്ടനെ കുറിച്ച് നേരത്തെ പറയേണ്ടായിരുന്നു. ബ്രിട്ടനായിട്ട് ഏറ്റവും വലിയൊരു കൊളോണിയൽ രാജ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ അവസാന കാലത്ത് അതിൻ്റെ ഒരു പ്രതാപം നിലനിർത്താൻ ബ്രിട്ടൻ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടൻ ആന്തരികമായി ശോഷിച്ചു കഴിഞ്ഞിരുന്നു. കോളനികളിൽ നിന്നെല്ലാം പിൻവാങ്ങേണ്ടി വന്നു. അമേരിക്ക ഒരു പുതിയ ശക്തിയായി മാറി, അങ്ങനെ ശോഷിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആ നിലയിലേക്കാണോ മാറുന്നത്? ആ നിലയിലേക്ക് ഒരിക്കലും അമേരിക്ക മാറില്ല. കാരണം ലോകത്തിലാകെ 2 രാജ്യങ്ങളേ ഉള്ളൂ അതിൻ്റെ ഭൂമിശാസ്ത്ര അതിർത്തിക്കകത്ത് എല്ലാ വിഭവങ്ങളും ഉള്ളത്. അത് റഷ്യയും അമേരിക്കയാണ്. അത് റഷ്യയേക്കാൾ സേഫായിട്ടുള്ള പൊസിഷനിലാണ് അമേരിക്ക. കാരണം അതിൻ്റെ പോപ്പുലേഷൻ്റെ കരുത്ത്, ടെക്നോളജി, ഇതൊന്നുമല്ല, വിഭവങ്ങൾ അവർക്ക് ആവശ്യമായല്ല. ഇപ്പോഴും ലോകത്തിൽ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം USA ആണ്. അവരുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിയിൽ ഇപ്പോൾ അവർക്കില്ലാത്ത ഒരേ ഒരു സാധനം ഈ റയർ എർത്ത് മിനറൽസാണ്. അതുമാത്രമാണ് അവരിപ്പോൾ ലേശമൊന്ന്, അതിപ്പോൾ ചൈനയുടെ കയ്യിലാണ് അതിൻ്റെ സിംഹഭാഗവും ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ആ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ രാഷ്ട്രീയമായി അവർ വീക്കായിട്ടുണ്ടോ? അതാണ് രാഷ്ട്രീയമായിട്ട് തീർച്ചയായിട്ടും വീക്കായിട്ടുണ്ട്. അതാണ് ഈ പ്രെഡേറ്ററി ഹെജിമൺ. ആ അവസ്ഥയിൽ അവർക്ക് നിൽക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എല്ലാ തരത്തിലും ശക്തമായിരിക്കണം ആ രാജ്യം. അങ്ങനെയല്ല അവർ. ലോകത്തിൽ ഇന്ന് ഒരു രാജ്യത്തിനും അത്തരത്തിലുള്ള ഒരു ഹെജിമണി പുലർത്താൻ കഴിയില്ല. അമേരിക്ക ആകട്ടെ ഈ ട്രംപിൻ്റെ 2ാം ഘട്ടം വന്നതോടുകൂടി അദ്ദേഹം അവരുടെ സ്വാഭാവികമായ സഖ്യശക്തികളിൽ നിന്ന് പോലും അകന്നു. നാറ്റോ സഖ്യം ഇപ്പോൾ ഇതിലില്ല. ഇപ്പോൾ UK ഒന്നും കാര്യമായി പിന്തുണ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ട്രംപ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ സോഷ്യലിസ്റ്റ് പ്രസിഡൻ്റായിട്ടുള്ള പെട്രോ സാഞ്ചസ്, സ്പെയിൻ ശക്തമായിട്ട് അമേരിക്കെതിരാണ്. മാത്രമല്ല അവരുടെ കപ്പലുകൾക്ക്, യുദ്ധക്കപ്പലുകൾക്ക് തുറമുഖങ്ങളിൽ വരുവാനോ വിമാനത്താവളം അനുവദിക്കാനോ എയർ സ്പേസ് പോലും അനുവദിക്കില്ല എന്നുള്ള കഠിനമായ നിലപാട് സ്പെയിൻ എടുത്തു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന നിലയ്ക്ക് അമേരിക്കയെ ഇപ്പോൾ ഈ യുദ്ധത്തിൽ പിന്തുണയ്ക്കുന്നില്ല. നാറ്റോ സൈനിക സഖ്യം ഇല്ല. ആകെ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ മാത്രമാണ്. അപ്പോൾ ഒരു ശക്തി എന്ന നിലയ്ക്ക് അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ശക്തി ദുർബലപ്പെട്ടു എന്നല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും അതെ. അതായത് ഒരു സൈനിക ശക്തിയാണ്, ലോക പോലീസ് എന്നൊരവസ്ഥയിൽ അമേരിക്ക ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു. തീർച്ചയായിട്ടും അതെ, അതാണ്. അമേരിക്ക പക്ഷേ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം 32.7 ട്രില്യൺ ഇക്കണോമിയാണ് അവരുടെ. അതൊക്കെ ശരിയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ ലോകത്തെല്ലായിടത്തും പോയിട്ട് യുദ്ധം നടത്തുവാനും അതിൽ വിജയിച്ചു വരാനും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം.
അത് വെനിസ്വേലയിൽ മാത്രം പറ്റും. വെനിസ്വേലയിൽ പക്ഷേ അവിടുത്തെ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ കൂടി അവിടെയുണ്ട്. അവിടെ ഒരു യൂണിഫൈഡ് റെസിസ്റ്റൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ സൈനികമായി ഇത്രയധികം ചെറുത്ത് നിൽക്കാനുള്ള ശേഷി ഇതുവരെ ഉണ്ടായിരുന്നില്ല. ശേഷിയും അവർക്കില്ല. അങ്ങനെയുള്ള ചില ഘടകങ്ങൾ അക്കാര്യത്തിലുണ്ട്. അപ്പോൾ വെനിസ്വേലേനെയോ ചിലപ്പോൾ ക്യൂബേനെയൊക്കെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അതൊക്കെ പറ്റിയേക്കാം. അതിനപ്പുറത്തേക്ക് ഇപ്പം ഈ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ 16ാം സ്ഥാനത്താണ് ഇറാനുള്ളത്. അവരുടെ പ്രഹരശേഷി, സൈനിക പ്രഹരശേഷിയുടെ കണക്കെടുത്താൽ 16ാം സ്ഥാനത്താണുള്ളത്. 1ാം സ്ഥാനത്താണ് അമേരിക്ക. അപ്പം ഇസ്രായേൽ 15ാം സ്ഥാനത്താണ്. അപ്പം ഇറാന് ശക്തമായൊരു സൈന്യമുണ്ട്, അവർക്ക് മിസൈൽ സിസ്റ്റം ഉണ്ട്, അവർക്ക് മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ കീഴടക്കാൻ പറ്റില്ല. ഈ അമേരിക്ക വേറൊരു ക്രൈസിസ് കൂടെ നേരിടുന്നുണ്ട് ഇപ്പോൾ ഈ യുദ്ധത്തിൽ. ഇപ്പം മെയ് 1-ാം തീയതി ആകുമ്പോഴത്തേക്കും 60 ദിവസം പൂർത്തിയാവുകയാണ്. 60 ദിവസത്തിനേക്കപ്പുറം യുദ്ധം തുടരണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ആവശ്യമാണ്. 1973 ഒരു നിയമപ്രകാരം അനുമതി ആവശ്യമാണ്. ഈ അനുമതിക്ക് കോൺഗ്രസിനെ സമീപിക്കണം. കോൺഗ്രസ് അനുമതി കൊടുത്താൽ 30 ദിവസം കൂടെ നീട്ടിക്കൊണ്ട് പോകാം എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലുണ്ടാക്കണം അല്ലെങ്കിൽ കരാറുണ്ടാക്കണം എന്നുള്ള നിർബന്ധം പിടിക്കാനുള്ളൊരു കാരണം തോന്നുന്നു. അത് ഒരു കാരണമാണ്. അമേരിക്കൻ കോൺഗ്രസ് ട്രംപിന് അനുകൂലമല്ല. മാത്രമല്ല, അമേരിക്കൻ പൊതുജനാഭിപ്രായം അമേരിക്കൻ്റെ ചരിത്രത്തിലുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുന്നു ട്രംപ്. അപ്പോൾ അമേരിക്കക്കാർ മാത്രമല്ല, ലോകം മുഴുവനും ആ നിശ്ചയിലായി. ഇപ്പോൾ ഇന്ത്യക്കാരെ വിളിച്ചേക്കുന്നത് കണ്ടില്ലേ, ഇവർ ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെ വളരെ മോശക്കാർ. അതൊരു പ്രസിഡന്റ് ഷെയർ ചെയ്യാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി അദ്ദേഹം റൺ ചെയ്യുന്ന രീതി, കാരണം സ്റ്റാൻഡേർഡ് ഡിപ്ലോമാറ്റിക് പ്രൊസീജിയറിലൊക്കെ നമ്മൾ കരാറുകൾ ഉണ്ടാക്കുക, നയതന്ത്ര ചർച്ച നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം ഡീലാണ്, അത് കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കച്ചവടക്കാരനാണല്ലോ, അയാൾ കച്ചവടക്കാരനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണ്. ഇപ്പം തവിട് പൊടിയാക്കും എന്നൊക്കെ അങ്ങ് പ്രഖ്യാപിക്കുക, എന്നിട്ട് ആ സമയമാകുമ്പോൾ ഏകപക്ഷീയമായി പിൻവാങ്ങുക. അവിടുത്തെ പട്ടാളക്കാർക്കൊക്കെ സഹി കിട്ടുന്നതാണ് കേൾക്കുന്നത്. കാരണം 24 മണിക്കൂറിനകം ആക്രമണം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാർ റെഡിയാകുന്ന സമയത്ത് ഈ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ. അവരുടെ നേവി ചീഫിന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്, രാജിവെച്ച് പോവുകയാണ്. എന്തായാലും അയാൾ ഒഴിവാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ മാറി, കുറേ സൈനിക മേധാവികളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി ഹെക്സേത്തിന് തന്നെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടിപ്പം JD വാൻസിനെ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഭ്രാന്തമായിട്ടുള്ള ഒരു ദിശയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതോടൊപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ലോകത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയൊക്കെ വിമർശിക്കുമ്പോൾ തന്നെ 1990കളുടെ പകുതിയാകുമ്പോഴേക്കും ഈ ആയത്തുള്ള അലി ഖംനേയി അദ്ദേഹം ഒരു ന്യൂക്ലിയർ നയം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി ആരംഭിക്കുന്നത് അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ്. റേസ ഖാൻ പഹ്ലവിയുടെ കാലത്താണ് ആരംഭിക്കുന്നത്. ബുക്ഷർ ആണവ നിലയമാണ് അമേരിക്കയുടെ സാങ്കേതിക സഹായത്തിൽ ആണത് ആരംഭിക്കുന്നത്. ആ പദ്ധതി 79-ന് ശേഷം പിന്നീട് ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി കൈവരിക്കുന്ന ദിശയിലേക്ക് വളരുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് നേരിട്ട് പോയി ഇടപെടാനോ ബോംബിങ് നടത്താനോ ഒന്നും അമേരിക്കയും ഇസ്രായേലും ഒന്നും തയ്യാറായില്ല. സോവിയറ്റ് യൂണിയൻ മേലെ നിൽക്കുകയാണ്. അതേസമയം 90കളുടെ പകുതിയാകുമ്പോഴേക്കും അവർ സ്വയമേവ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. 2003 ആകുമ്പോഴും ഒഫീഷ്യലായിട്ടൊരു ഫത്വ പുറപ്പെടുവിച്ചു. അതായത് ആണവായുധം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, അത് ഹറാമാണ്, അത് ആൻറ്റി ഇസ്ലാമാണ്. മാത്രമല്ല ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതും ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നതും ഇറ്റ്സ് എ ക്രൈം എഗൈൻസ്റ്റ് റിലീജിയൻ, എ ക്രൈം എഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഇങ്ങനെ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. ലോകത്ത് ഏതെങ്കിലും രാജ്യം അത് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് മതവിരുദ്ധവുമാണ്, മാനവികതയ്ക്കെതിരായിട്ടുള്ള കുറ്റകൃത്യവുമാണ് ആണവായുധം ഉണ്ടാക്കുന്നതും ശേഖരിക്കുന്നതും. 2005-ൽ IAEA-യുമായിട്ടുള്ള ഇറാൻ്റെ ചർച്ച നടക്കുന്ന സന്ദർഭത്തിലും ഇതേ കാര്യം അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. 2014-ൽ ഒബാമയുടെ ഈ ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുന്ന ചർച്ചകളിലും അവർ ഈ ഒരു പൊസിഷൻ, ഇത് ഇറാൻ്റെ ഔദ്യോഗിക നയമാണ്, അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണല്ലോ, അത് ഔദ്യോഗിക നയമായിട്ട് പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, 1980-കളിൽ തന്നെ അവർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ 90കളുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് ആണവായുധം ഉണ്ടാക്കാം. അങ്ങനെ ആണവായുധം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ റഷ്യമിനൊരു കുഴപ്പമുണ്ടാകുമായിരുന്നു. ഇപ്പോൾ 2002-ലാണ് ജോർജ് W. ബുഷ്
ഇപ്പൊ നോർത്ത് കൊറിയയൊക്കെ അണവായുധം കയ്യിലുള്ളതുകൊണ്ടാണല്ലോ ആക്രമിക്കപ്പെടാതിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. അപ്പോൾ 2002 ആക്സിസ് ഓഫ് ഈവിൾ പറയുന്നത്. അതിൽ അന്ന് 3 രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഇറാൻ, പിന്നെ നോർത്ത് കൊറിയ, പിന്നെ മൂന്നാമത്തെ രാജ്യം ഏതായിരുന്നു, ഗദ്ദാഫിയുടെ ലിബിയാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 രാജ്യങ്ങളുള്ളത്. പിന്നീടാണ് അതിലേക്ക് സിറിയനെയും ഒക്കെ കൂട്ടിച്ചേർക്കുന്നത്, ഇറാഖിനെയൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം ഈ രാജ്യങ്ങളിൽ ഇന്ന് യാതൊരു തരത്തിലുള്ള അമേരിക്കൻ ഭീഷണിയോ ആക്രമണമോ ഇല്ലാത്ത ഏക രാജ്യം നോർത്ത് കൊറിയയാണ്. കാരണം നോർത്ത് കൊറിയ 2006 അവർ ആണവ ശേഷി നേടി. 2006 അവർ ആണവ ശേഷി നേടി. 2002 ഈ ആക്സിസ് ഓഫ് ഈവിൾ, സമാധാനത്തിന് ആണവശക്തി കൂടി വേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം 2006 അവർ നേടി. അതേസമയം ആണവ ആയുധം നേടാത്ത ഇറാൻ ഇപ്പോൾ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ആക്രമിച്ച് അതിനെ നിലംപരിശാക്കി. ആണവായുധം നേടാത്ത ഇറാഖ് 2002 അധിനിവേശം നടത്തി ഇന്ന് തകർന്നു തരിപ്പണമായി. ആണവായുധം ഉണ്ടാക്കാത്ത ഗദ്ദാഫിയുടെ ലിബിയ ഇന്ന് 2 രാജ്യങ്ങളാണ്, 2 തലസ്ഥാനമാണ്. അത് ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലാണ്. കുറേ വാർലോഡ്സ് പല മേഖലകളും നിയന്ത്രിക്കുന്ന തരത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന രാഷ്ട്രമാണ്. അതേസമയം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല, ജനാധിപത്യം ഉണ്ടോയെന്നും അറിയില്ല. പക്ഷേ നോർത്ത് കൊറിയ ഒരു ശക്തമായ രാജ്യമായി അവിടെ നിലനിൽക്കുന്നു. അപ്പം നിങ്ങൾ ആണവായുധം നേടിയില്ല എങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ളതല്ലേ? അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമുക്ക് ഇതിൻ്റെ ഒരു ഇതിലേക്ക് എത്തിയാൽ, ഈ 60 ദിവസം പൂർത്തിയാകുന്ന 2 മാസം പൂർത്തിയാകുമ്പോൾ സാധാരണ നിലയ്ക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കരാർ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വലിയൊരു ലോകത്തെ സൂപ്പർ പവറിന് ഇറാനെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഇനി അവിടെ നിന്ന് തലയൂരുക എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പത്തിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ ഒരുപക്ഷെ അമേരിക്ക വിയറ്റ്നാമിലുണ്ടായിട്ടുണ്ട്. വിയറ്റ്നാമിൽ വലിയ പരാജയം നേരിട്ടിട്ടാണ്. അതിനുശേഷം അത്തരം ഒരു വലിയ പരാജയം നേരിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അതിനേക്കാൾ വലിയ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ, നോർത്ത് കൊറിയയ്ക്ക് എങ്ങനെയാണോ അണുവായുധം അതുപോലെ ഒന്ന് ഭാഗ്യവശാൽ ഇറാന് കിട്ടിയിരിക്കുന്നത്. അതാണ് ഈ ഹോർമുസ് എന്ന് പറയുന്നത്. അത് ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ജലപാതയാണ്. 10 കിലോമീറ്റർ വീതിയിലേ അവിടെ ജലപാതയുള്ളൂ. 33 കിലോമീറ്റർ മുതൽ 54 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അതിൽ ഒമാൻ്റെ തീരത്തിനും ഇറാനും ഇടയിൽ ഉള്ള ഭാഗത്ത് 33 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതിൽ കപ്പൽപാത 10 കിലോമീറ്ററാണ്. അതിൽ 3 കിലോമീറ്ററിൽ അങ്ങോട്ടും 3 കിലോമീറ്റർ വീതിയിൽ റൈറ്റിലേക്കും 3 കിലോമീറ്റർ വീതി ലെഫ്റ്റുമായിട്ടാണ് കപ്പലുകൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നത്. വളരെ ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും തിരക്കേറിയ ഒരു കപ്പൽപാതയാണ്. അതിൽ ഇറാന് നിയന്ത്രണം പുലർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് അവർക്ക് ആണവായുധം വേണ്ട, മിസൈൽ ടെക്നോളജി വേണ്ട, എന്തിനേറെ വലിയ സാങ്കേതിക വിദ്യകളൊന്നും വേണ്ട. അവർക്ക് സാധാരണ ഗൺബോട്ടുകളും കുറച്ച് ഡ്രോണുകളും ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഉണ്ടെങ്കിൽ അതിലെയുള്ള കപ്പൽ ഗതാഗതത്തെ ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇറാൻ ആ പ്രദേശവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അത് തന്ത്രപരമായ സ്ഥാനമാണ്. എത്ര തിരക്കുള്ള ഒരു ട്രാഫിക്കിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് ഒരു കഴുത കയറി നിന്നാൽ ട്രാഫിക് മുഴുവൻ ഡിസ്റപ്റ്റ് ആവും. അതുപോലെ ഒരു പൊസിഷനിൽ ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഏത് തരത്തിലും നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ തൽക്കാലം അവിടെ നിന്ന് പിൻവാങ്ങിയല്ലാതെ മറ്റു നിവൃത്തിയില്ല. അതെ, അമേരിക്ക എങ്ങനെ അവിടെ നിന്ന് പിൻവാങ്ങുമെന്നുള്ളതാണ് അവരുടെ നേരിടുന്നൊരു വലിയ ചലഞ്ച്. മാത്രമല്ല, ഈ ലോകത്തിലുണ്ടാക്കാവുന്ന നാശം ഈ യുദ്ധത്തിലൂടെ അമേരിക്ക ഉണ്ടാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വലിയ ശ്രമകരമായ കാര്യങ്ങൾ വേണ്ടിവരും എന്നുള്ള നിലയ്ക്കാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കിയിട്ടാണ് ഈ യുദ്ധം, അവസാനിക്കാത്തൊരു യുദ്ധം ഇപ്പം നിലനിൽക്കുന്നത്. അതാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ഉണ്ടാക്കിയിരിക്കുന്ന, ലോകത്തുണ്ടാക്കിയ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. അതിൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന്, റെഷീം ചേഞ്ചാണ്. 2, അവരുടെ ആണവ പദ്ധതിയാണ്. 3, മിസൈൽ പദ്ധതി അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. 4, അവർ അമേരിക്ക ഇസ്രായേലുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഇതൊക്കെ പോയി ഇപ്പോൾ ഹോർമൂസ് കടൽ തുറക്കണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആണവ വിഷയം ഒരു വിഷയമേ അല്ല. അതിൽ മറ്റേ P5+1 കരാറുണ്ട്, അല്ലെങ്കിൽ IAEA ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പല കരാറാണ് കുഴപ്പമെന്നാണല്ലോ ട്രംപ് പറഞ്ഞത്. പിന്നെ ഇപ്പോഴും തന്നെ അവർ പറയുന്നത് 60% ശുദ്ധീകരിച്ചിട്ടുള്ള 400 കിലോയോളം
ആ, ആ, മറ്റേ റേഡിയം യുറേനിയം അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതും നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യുറേനിയൻ ഡസ്റ്റ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കേണ്ടായി. അപ്പം ഫോർദോ, അതുപോലെ ബുഷ്ഹർ, അതുപോലെ നദാൻ, ഇസ്ഫഹാൻ, ഇവിടെയൊക്കെയുള്ള കേന്ദ്രങ്ങളിൽ മാരകമായ ബോംബിംഗ് നടത്തി. ചിലപ്പോൾ അവശിഷ്ടങ്ങളുടെ അടിയിലായിരിക്കും ഇതുണ്ടാവുക. അപ്പം അതൊന്നും യഥാർത്ഥത്തിലൊരു വിഷയമല്ല. അല്ലല്ല. പക്ഷേ ഇപ്പോൾ ഹോർമൂസ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറിയിരിക്കുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഗൾഫ് മേഖലയിലുള്ള, ഇപ്പോൾ ദുബായ് എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി എണ്ണയില്ല. അതെല്ലാം ടൂറിസത്തെയും ഒരു അന്താരാഷ്ട്ര നഗരം, ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന നിലയിലാണ് ലോകത്തിലുള്ള എല്ലാ വൻകിട സ്ഥാപനങ്ങളും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ അവരുടെ ആസ്ഥാനം ദുബായിലാക്കുന്നു. പിന്നെ അതൊരു ട്രാൻസിറ്റ് പോയിൻ്റാണ്, ആഗോള വ്യോമഗതാഗതത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. അങ്ങനെയൊക്കെയാണ് ഷാർജ, അൽ അജ്മൻ, അല്ലെ ദുബായ്, അല്ലെങ്കിൽ ഒമാനിലെ നഗരങ്ങൾ, അല്ലെങ്കിൽ ദോഹ, ഇതെല്ലാം അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ നഗരങ്ങളൊക്കെ തകർന്നടിയാണ്. പിന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഈ പോർട്ടുകൾ, ആ പോർട്ടുകളിലൊന്നും ഇപ്പോൾ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് വളരെ കുറഞ്ഞു. ഇപ്പോൾ തൽക്കാലത്തേക്ക് വലിയ പ്രതിസന്ധി. ഇപ്പോൾ ദുബായ് എടുത്തു കഴിഞ്ഞാൽ മലയാളികൾക്ക് സ്വന്തം പോലെയുള്ള ഒരു നഗരമാണ്. ഇപ്പോൾ ദുബായെക്കുറിച്ച് എൻ്റെ ജൂനിയറായിട്ടുള്ള സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അവർ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാബിറയും ഒരു വിലങ്ങാട്ടുള്ളതാണ്, നദാവരത്തുകാരാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ അവസ്ഥ എന്തെന്നുള്ള വിളിച്ച് പറയും. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ആകെയുള്ള കുഴപ്പം ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മലയാളികളെല്ലാം പുറത്തേക്ക് ഓടും ഇത് കാണാൻ വേണ്ടി. ബാക്കി ആളുകളെല്ലാം അകത്തേക്ക് പോകുമെന്നുള്ളതാണ്. ചില അവിടെയുള്ള മലയാളികളൊക്കെ സേഫാണ്, അവർക്കൊരു പേടിയില്ല. കാരണം അവരുടെ ജീവനും സുരക്ഷിതത്വത്തിനും ഒന്നും ഒരു തടസ്സവുമില്ല. തൊഴിൽ പ്രശ്നം. പക്ഷേ ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ റിസഷനിലേക്ക് പോകും. അപ്പോൾ അവിടെ ടൂറിസം മേഖലയെ ബാധിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ മലയാളികൾ ഈ തമാശ കേട്ടപ്പോൾ എനിക്കും വലിയ തമാശ തോന്നി കേട്ടോ. അവിടെ ഈ സൈറൻ കേട്ട് കഴിഞ്ഞാൽ മാത്രമല്ല അവരുടെ പ്രതിരോധമൊക്കെ വളരെ ശക്തമാണ് കേട്ടോ. കാരണം ഇതുവരെ അവിടെ ഡ്രോണോ അല്ലെങ്കിൽ മിസൈലോ ഒന്നും പതിച്ചിട്ടില്ല. കുറച്ചാളുകൾ മരണപ്പെട്ടതൊക്കെ അതായത് ഡിസ്റപ്റ്റ് ചെയ്ത ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുന്നിട്ടാണ് ആളുകൾക്ക് അപകടം പറ്റിയത്. അപ്പം ഈ സൈറൻ കേട്ട് കഴിഞ്ഞാൽ ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എവിടെയാണിത് വന്നത് എന്ന് നോക്കാൻ ഓടുകയാണ്. അപ്പോൾ അത് മലയാളിയുടെ ഒരു സവിശേഷമായ സ്വഭാവം കൂടിയാണെന്ന് പറയാം. അല്ല, എന്തായാലും ഇറാനെ തകർക്കാൻ ആഗ്രഹിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അവരൊരു കരാറ് എത്രയും വേഗം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ അടുത്ത ചർച്ച എന്നാൽ നടക്കുന്നതെന്ന് തീരുമാനമായില്ല. ആദ്യഘട്ടം ചർച്ച വിജയിച്ചില്ല. അടുത്ത ചർച്ച നടക്കുകയും തീരുമാനമാകട്ടെ, ഒരു കരാറിലെത്തട്ടെ, യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് ആശ്വസിക്കാനുള്ളൊരു വക തരുന്നൊരു കാര്യം, ആണവായുധം ഇറാനിൽ പ്രയോഗിക്കില്ല എന്ന് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയെങ്കിലും നമുക്ക് ആശ്വസിക്കാം. ഒരു ആണവയുദ്ധത്തിലേക്ക് ലോകത്തെ എത്തിക്കില്ല എന്നുള്ള ആശ്വാസമെങ്കിലും ട്രംപ് ആ വാക്കെങ്കിലും പാലിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. ഇപ്പോൾ അമേരിക്കയുടെ ഇപ്പോൾ നാവിക ഉപരോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത ഒന്നാണ്. ആ നാവിക ഉപരോധം കൂടെ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമായി ചർച്ച ചെയ്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും കൂടെ സംഘർഷ മേഖലയാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. സംഘർഷ മേഖലയാക്കുകയാണ്. അവരത് ആദ്യം ചെയ്തു കേട്ടോ. ഇറാൻ്റെ ഒരു കപ്പൽ ഇന്ത്യൻ മേഖലയിലാണ് തകർത്ത് ഡിഗോ ഗാർഷ്യയിൽ നിന്ന് വന്നിട്ട് ടോർപിഡോ ചെയ്തത്. യഥാർത്ഥത്തിൽ അതിൽ കുറച്ചുകൂടെയൊക്കെ ഒരു പ്രൊആക്റ്റീവായിട്ട് ഇന്ത്യൻ റഷീമും കൂടി ഇടപെടണം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് കുറച്ചുകൂടെ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അതെ. ഇപ്പം നമ്മൾ ഈ ഒബാമ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ഇപ്പോഴും സാധ്യമായിട്ടുള്ളത്. അതായത് ഇറാൻ, റഷ്യ, ചൈന അവർ ഐക്യപ്പെട്ടൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അതേസമയം ഗൾഫിലെ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ, ഇസ്രായേൽ, അമേരിക്ക, അത് ഒരു ഭാഗത്ത്, ഇന്ത്യയും കൂടെ ചേർന്നിട്ട് നമുക്ക് ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥിരമായ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് സമാധാന പ്രക്രിയയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് ഇസ്രായേൽ പാർട്ടിസിപ്പൻ്റ് അല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലും കൂടെ പങ്കെടുക്കാത്ത ഒരു സമാധാന പ്രക്രിയ നിൽക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗൾഫിലെ രാജ്യങ്ങൾ, അവരുടെ സെക്യൂരിറ്റി വലിയ ഇഷ്യൂമാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേൽ, അമേരിക്ക, റഷ്യ, ചൈന, ഇറാൻ, ഇന്ത്യ, ഇങ്ങനെ ഇത്രയും രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ഒരു അന്താരാഷ്ട്ര കരാർ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഗൾഫ് മേഖലയിലെ ഈ സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ആ മേഖല ഏറ്റവും സുസ്ഥിരമായ ഒരു മേഖലയായി നിലനിർത്താൻ സാധിക്കും. അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ആ ദിശയിലേക്ക് വൻശക്തി രാഷ്ട്രങ്ങൾ, അമേരിക്കയിലെ ഈ പ്രാന്തൻ എന്തെങ്കിലും പറയുന്നത് മാത്രം വിട്ടുകൊടുക്കാൻ പോരാ, കുറച്ചുകൂടി ആക്റ്റീവായി ചൈനയും റഷ്യയും ഇന്ത്യയും അടക്കമുള്ള വൻശക്തി രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമായ സമ്മർദ്ദവുമായി രംഗത്ത് വരണം. കാരണം ഇത് ലോകത്തിൻ്റെ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണണം. തീർച്ചയായിട്ടും നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു ലോകത്തേക്ക് സമാധാനത്തിലേക്ക് എത്തട്ടെ, യുദ്ധം അവസാനിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ നേരത്തെ ഇപ്പോൾ ഇറാനിലെ
റഷീം ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അവിടുത്തെ മാറിയിട്ടും കാര്യമില്ല. അതെ. അമേരിക്കയിലും ഇസ്രായേലിലും ഒക്കെ കൂടെ മാറ്റം ഉണ്ടായാൽ മാത്രമാണ് ലോകത്തൊരു സമാധാനത്തിലേക്ക് എത്താൻ കഴിയും തീർച്ചയായിട്ടും എന്നുള്ളൊരു പ്രശ്നം കൂടെ നമ്മൾ നേരിടുന്നുണ്ട്. അതെ. അത് നമുക്കത് അവസാനിപ്പിക്കാം. നന്ദി. യെസ്, താങ്ക് യു.